ഗൈസ്, അപ്പോൾ നമ്മുടെ മറ്റൊരു പുതിയതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മൾ ഇന്നൊരു പുതിയ ഒരു അടിപൊളി കിണ്ണം കാച്ചിയ ചലഞ്ചുമായിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. പിന്നെ അപ്പൊ നമ്മുടെ ഇന്നത്തെ ചലഞ്ച് എന്തുവാ? നമ്മുടെ ഇന്നത്തെ ചലഞ്ച് എന്ന് വെച്ചാൽ ഫുഡിംഗ് ലക്കി നമ്പർ ബിരിയാണി ഈറ്റിംഗ് ചലഞ്ച്. യെസ് ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഈറ്റിംഗ് ചലഞ്ച് ആണ് ഗൈസ്. ഞാൻ സത്യം പറഞ്ഞാൽ വയറൊക്കെ കാലിയാക്കി വെച്ചേക്കാം. രാവിലെ ഒരു 8 മണിയായപ്പോ 2 ദോശ രണ്ടല്ല ഗൈസ്, 5 ദോശ ഞാൻ കഴിച്ചു. അത് നീ 2 ദോശ, പക്ഷെ ഞാനൊരു 5 ദോശ അകത്താക്കി. ഇപ്പോൾ ടൈം ഏകദേശം ഒരു 4:30 കാണും. ഇത്ര നേരം ഒന്നും കഴിച്ചിട്ടില്ല ഈ ചലഞ്ചിന് വേണ്ടിയിട്ട്. ഇതിലും ഒന്നും കിട്ടിയില്ലെങ്കിൽ 3G. നല്ല ഞാൻ വയറൊക്കെ ഇങ്ങനെ പെരുമാമ്പ് സ്പേസ് ഉണ്ടാക്കുന്ന ഞാൻ സ്പേസ് ഉണ്ടാക്കി വെച്ചേക്കാണ് ഗൈസ്. അപ്പൊ നമ്മുടെ ചലഞ്ച് എന്താ വെച്ചാൽ ഈ ഇരിക്കുന്ന ബിരിയാണി നമ്മൾ കഴിക്കണം ഗൈസ്. ഇത് കഴിച്ചാൽ മാത്രം പോലെ എങ്ങനെ കഴിക്കും? അമ്മയുടെ സ്പെഷ്യൽ ബിരിയാണിയാണ്, ഹോം മെയ്ഡ് ബിരിയാണി ഗൈസ്. അത് കഴിക്കാൻ കൊതി വന്നിട്ട് വയ്യ. അതിന്റെ മണം അടിച്ചപ്പോ തൊട്ടേ തുടങ്ങി കൊതിയാ ഗൈസ്. അപ്പൊ നമുക്ക് ചുമ്മാ വലിച്ചുവാരി ഇത് കഴിക്കാൻ പറ്റുമോ? ഇല്ല, ഇതൊരു ചലഞ്ച് അല്ലേ. അപ്പൊ അതിൽ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അപ്പൊ പൊന്നെ കണ്ടുപിടിച്ചാണ് ഡൈസ്. പൊന്നെ പറഞ്ഞു അങ്ങനെ ഒരു ഡൈസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതില് നമ്മള് എണീവുമ്പോൾ കളിക്കുന്നവർക്കൊക്കെ അറിയാമല്ലോ ഈ ഡൈസിന്റെ ഗുണം എന്താന്നുള്ളത്. ഇതില് 1 2 3 4 ഉണ്ട്. അതിനൊപ്പം 2 ക്രോസ് മാർക്കും ഉണ്ട്. അപ്പൊ നമ്മള് ഓരോരുത്തരായിട്ട് ഈ ഡൈസ് ഇടുന്നു. അതിൽ എത്ര ആണോ നമ്പർ അതിനനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്ന ബിരിയാണിയുടെ ബൈറ്റ്. നമ്പർ 1 ആണെങ്കിൽ 1 ബൈറ്റ് എടുക്കാം. ഇവിടെ കുറച്ച് സലാഡ് വെച്ചിട്ടുണ്ട്. അതിനെന്താ നിങ്ങളുടെ നാട്ടിൽ പറയുന്നത്? സലാഡ്, ചള്ളാസ്, എന്നാ വേറെ കച്ചമ്പർ എന്നൊക്കെ പറയാമല്ലോ. ആ സാധനമുണ്ട്, വേണമെങ്കിൽ യൂസ് ചെയ്യാം. വെള്ളമുണ്ട്, വേണമെങ്കിൽ കുടിക്കാം. അപ്പോൾ ഇതില് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബൈറ്റും കിട്ടത്തില്ല. അങ്ങനെ ആരാണോ ആദ്യം ഈ പ്ലേറ്റിലുള്ള ബിരിയാണി കംപ്ലീറ്റ് ഫിനിഷ് ചെയ്യുന്നത് അവരായിരിക്കും ഇന്നത്തെ ചലഞ്ചിന്റെ വിന്നർ. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ ചലഞ്ച്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഗൈസ്. അപ്പൊ ചലഞ്ചിൽ ആദ്യമായിട്ട് പങ്കെടുക്കാൻ പോകുന്നത് ഞാൻ തന്നെ. ഞാൻ ഇതിൽ നേരിടാൻ പോകുന്ന പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഞാൻ നോർമലി ബിരിയാണി അല്ലെങ്കിൽ മന്തിയൊക്കെ കഴിക്കുന്ന സമയത്ത് അതിനകത്തുള്ള പട്ട, ഗ്രാമ്പൂ, കുരുമുളക്, ഏലക്ക ഇതുപോലത്തെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടാണ് കഴിക്കുന്നത്. അതിനുള്ള ടൈം ഇപ്പൊ കിട്ടുമെന്ന് അറിയത്തില്ല. മൊത്തം കൂടെ വാരി തിന്നുന്നതും ചെറിയ റിസ്ക് ആണ്. അപ്പൊ പൊന്നെ ഡൈസ് ഇടാൻ പോവാ. പൊന്നെ ഒരു പ്രത്യേക കാര്യം നീ ശ്രദ്ധിക്കണം. ഡൈസ് ഇടുമ്പോ നമ്മുടെ ഡൈസ് ആയതാണ് അതിന് കുറച്ച് പാകപ്പൊടികളൊക്കെ ഉണ്ട്. അപ്പൊ അത് കാരണം നീ നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്തോണം ഇടാൻ. നന്നായിട്ട് കറക്കണം. ഓക്കെ, റെഡിയാണോ? റെഡി. അപ്പോ സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ ഇഡലി തന്നെ 3. ആദ്യത്തെ ഇഡലിയോ? എടുത്ത് കമത്തട്ടെ ഞാൻ. എന്റെ പൊന്നോ, കൊതി വന്നിട്ട് വയ്യ. പൊന്നെ രണ്ടാമത്തെ ബൈറ്റ് ആണ് ഗൈസ്. എന്നെ പറ്റി പൊന്നെ കഴിക്കണ്ട, മതിയോട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ കഴിക്കാതെ ഇന്ന് കഴിച്ചതിന്റെ അടുത്തൊരു പ്രശ്നം കൂടെ ഉണ്ട്. അവിടെ വെച്ചേരാ. മൂന്നാമത്തെ ഫസ്റ്റ് റൗണ്ടിലെ നെക്സ്റ്റ് പൊന്നാണ്. കൊതി വിടരുത്. ഇല്ല ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ആ കഴിച്ചു വെച്ചിരിക്കുന്ന ബിരിയാണി എന്റേതാ, അതിൽ തുടരുത്. അതാ ഞാൻ പറയാൻ മതി. എനിക്ക് ചിലപ്പോ ഇത് ഞാൻ കഴിച്ചിട്ട് ഇതെടുത്ത് കഴിച്ചാലെന്നുള്ളൊരു പേടി. വേണ്ട, അങ്ങനെ വേണ്ട. അപ്പൊ ഗൈസ്, അപ്പൊ ഞാൻ നല്ല ഡൈസ് ഇടാൻ പോവാണ്. ദൈവമേ, 3 ബിരിയാണി. Yes guys, yes. Wow, what a beautiful. നിനക്ക് യോഗമില്ല കുഞ്ഞേ. എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെനിക്ക് പക്ക ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പൊ എനിക്കൊന്നും കിട്ടിയില്ല ഗൈസ്. 3 ലക്കി നമ്പർ അല്ലെന്ന് പറയല്ലേ. എനിക്ക് എന്റെ ഫസ്റ്റ് റൗണ്ടിൽ സഹായിച്ചത് 3 ആ. അപ്പൊ നെക്സ്റ്റ് റൗണ്ട് ഞാൻ വെയിറ്റിംഗ് ആണ്. ഞാൻ കൈകളൊക്കെ ഇങ്ങനെ ചോറിൽ മുക്കി വെയിറ്റിംഗ് ആണ്. ഡയലോഗ് അടിക്കണ്ട, നീ ഡയലോഗ് ഒന്നും അടിക്കണം. ഇട്ടാ മതി. നല്ല കറക്കണേ. ക്രോസ് വീടല്ലേ? അയ്യോ, ഇത് കറങ്ങുന്നുണ്ടോ? ഇല്ല, അതാണ് തട്ടി വീണതാ. നിങ്ങൾ കണ്ടോ? അതാണ് തട്ടി വീണതല്ലേ? ചീറ്റിംഗ്, കള്ളക്കളി കളിക്കല്ലേ മനുഷ്യ, കള്ളക്കളി കളിക്കല്ലേ. ക്ഷമയില്ല, അവർക്ക് തീരെ ക്ഷമയില്ല. നിനക്ക് തീരെ ക്ഷമ തീർക്കല്ലേടി. ചിക്കൻ അപ്പൊ 2 ബൈറ്റായി. 2 ആയേ. നാലാമത്തെ ആണേ. സെറ്റ് എന്ത് ഇത് തീർത്തിട്ട് വേണം എനിക്ക് അത് കഴിക്കാൻ. വായിലുള്ള ഇറക്കാതെയോ പ്ലേറ്റില് തീരാറായിട്ടോ. വെള്ളം കുടിക്കാൻ വെയിറ്റ്, വെള്ളം എല്ലാം കൂടെ ഉൾപ്പെടെയാ. ഇതിപ്പോ വെള്ളം കൂടെ കുടിച്ചാൽ 5 ആവും. അതൊന്നും പറ്റൂല. കരയാണോ നീ? ഞാൻ എന്തിനാ കരയണം? നീ കരയണ്ട.
ഗൈസ് അപ്പൊ ഇതിലെങ്കിലും എന്തെങ്കിലും കിട്ടും എന്നുള്ള വിശ്വാസം പറഞ്ഞു. അതിൽ കിട്ടും, നിനക്ക് ഇൻഡു കിട്ടും, ക്രോസ് കിട്ടും. ഓക്കെ, സത്യം പറഞ്ഞാൽ വിശക്കുന്നടാ. അത് നല്ലതാ. വിശപ്പിന്റെ വിളി അറിയുന്നത് നല്ലതാണ്. നീ കഴിക്കുന്നവരെ കണ്ടപ്പോ കൂതി വരുന്നു. അത് വേണമല്ലോ. ഓക്കെ 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 ഇട്ടോ. എന്ത് ചെയ്യാനാ മോനെ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? സത്യം പറയാലോ, മതിയുടെ ദുഷ്ട കുറച്ച് കഴിച്ചാൽ മതിയാ. കുറച്ച് കഴിക്കത്തുള്ളൂ. ഇങ്ങനെ എടുത്തിട്ട് ചിക്കൻ പീസ് എവിടെ? ചിക്കൻ പീസ് ഒക്കെ എടുത്തിട്ട് അതെയോ? അപ്പൊ ശരിയെന്നാ രണ്ടായേ. പിന്നെ എണ്ണുന്നുണ്ട്. ചോറ് ഫുള്ള് കളയുവാണേ. ലാസ്റ്റ് ബൈറ്റ് കഴിക്കാൻ പോവാ. ലാസ്റ്റ് കഴിക്ക എന്നിട്ട് വേണേ എനിക്ക് കഴിക്കാൻ. എങ്ങനെയുണ്ട് മോനാ? ബിരിയാണി എങ്ങനെയുണ്ട്? സെറ്റ് അല്ലേ? മതി വെക്ക അവിടെ വെക്കണം. കിട്ടില്ല ബിരിയാണി കേട്ടോ, സൂപ്പർ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിന്ന് കഴിക്കാൻ തോന്നും. അതിന്റെ ഡയസിലെ നമ്പർ വേണം. ഓക്കെ, ഡയലോഗ് അടിക്കാൻ നീട് കിട്ടിട്ട് കൈ ഉണ്ടോ ആയിട്ടോ? കൊതിയ ഇതെങ്ങാനും കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാനിന്ന് ബാത്റൂമിൽ ഇറങ്ങത്തില്ല. കൊതി വിട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ 3rd റൗണ്ട് ഇടാൻ പോവാണേ. നീ 2 റൗണ്ട് കഴിച്ചില്ലേ? അടച്ചോനി കിട്ടല്ലേ. അപ്പൊ ഞാൻ ഇടാൻ പോവാണ് ഗൈസ്. ഞാൻ വരും. അത് ഫൗളാ. ഓക്കെ, ഒന്നുകൂടെ റിപ്പീറ്റ്. ഇനി തറ പോയാലും ഞങ്ങൾ ഇൻഡോ ആയിട്ട് അത് കണക്കാക്കത്തുള്ളൂ. 1 ബൈറ്റ്. വന്നെങ്കിൽ 1 ഒന്നേലും കിട്ടുമല്ലോ. സലാഡ് തീർന്നു. അത്രേ സലാഡേ ഉള്ളു. എനിക്ക് കഴിക്കാനുള്ളത് അവിടെ വെച്ചത്. ഒറ്റ വായുള്ളു ഗൈസ്. ഇതിനകത്ത് തിന്നാൻ വേണ്ട കഴിക്കും. അല്ല വേണ്ട, ഞാൻ അടുത്ത റൗണ്ടിൽ 4 ബൈറ്റ് കഴിച്ചോളാം. ഓഹ്, എന്തോ വായാണോ ഇത്? ആന വായും. പ്ലേറ്റ് താത്ത 1 ബൈറ്റ്. ഓൺലി 1 ബൈറ്റ്. ആകാശത്ത് ഇത്തവണ എനിക്കൊരു കുറച്ച് കഴിക്കാവൂ. ഞാൻ ഇച്ചിരി കഴിച്ചിട്ടുള്ളൂ. ഇറക്കണേ ഗൈസ്, അത്ഭുതം. സ്ലോലി വെള്ളം കുടിച്ചു. ആവേശത്തിന്റെ പുറത്ത് വളർത്തുന്നതോ ഇറക്കാൻ വയ്യായിരുന്നു. സത്യം പറഞ്ഞാലേ ടേസ്റ്റിനെ മാറ്റിക്കൊണ്ട് പോകുന്നു. ആർത്തി മൂത്ത് തിന്നുന്ന പോലെ ഉണ്ട്. വിഴുങ്ങി ഇറക്കുക, ചവയ്ക്കുന്നില്ല. വയറിച്ച് നേരെ കാലിയാക്കിയിടേ. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് 4 ബൈറ്റ് എടുക്കാം. ഓക്കെ, അയ്യോ അത് കണക്കാക്കത്തില്ല. ക്യാൻസൽ ചെയ്തു. പ്രേമിൽ നിന്ന് പോയി ഗൈസ്. ക്യാൻസൽ. ഇല്ല, കഴിഞ്ഞ തവണ പറഞ്ഞ നിന്റെ തറ പോയ ക്യാൻസൽ ആണ്. ഞാൻ പറഞ്ഞ വാക്ക് പിൻവലിക്കൂല. നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ? ഗെയിമിൽ ഇല്ലാത്ത, അതായത് നമ്മുടെ ചലഞ്ചിൽ ഇല്ലാത്ത കുറെ നിയമങ്ങൾ പൊന്നെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വട്ടം പറഞ്ഞതാ, നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് ഒരേ സ്വരത്തിൽ പറഞ്ഞതാ. കഴിഞ്ഞ തവണ പിന്നെ കട്ടിൽ നിന്ന് തറ കളഞ്ഞപ്പോ നമ്മൾ പറഞ്ഞതാ അടുത്ത റൗണ്ടോട് തറ പോകുന്നത് നമ്മൾ ഇൻഡു ആയിട്ട് ക്രോസ് ആയിട്ട് നമ്മൾ അനുമാനിക്കും എന്ന് പറഞ്ഞ. അപ്പം ഇത്തവണ തറ കളഞ്ഞു, നമ്മളതിനെ ക്രോസ് ആയിട്ട് അനുമാനിച്ചിരിക്കുന്നു. ഒരു ദാക്ഷിണ്യം ഇല്ല. എനിക്ക് ജയിക്കണം. 3 കഴിക്കും. നല്ല കഴിക്കും. കുറച്ച് സലാഡൊക്കെ കൂട്ടട്ടെ. സലാഡൊക്കെ തീർന്നു. ഒരു പ്ലേറ്റ് സലാഡ് പോരട്ടെ. പിന്നെ ഇത് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹത്തോടെ ആത്മാർത്ഥതയോടെ തരാലോ. നല്ല അടിപൊളി ചിക്കൻ പീസ് കണ്ട. ഓഹ്, കണ്ട കണ്ടില്ല. 3 വായുള്ളേ. 1 പെട്ടെന്ന് കഴിച്ചോ. കഴിക്കുന്നുണ്ടോ? കുറച്ച് നല്ല മഴ വരുന്നുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് ഒത്തിരി രാഗി എത്തിക്കാൻ പറ്റില്ല. ഒരുപാട് കഴിക്കണ്ട. അതുപോലെ തന്നെ അമ്പ് പുറത്തുണ്ട്. അമ്പ് എപ്പോ സീനാവുന്നില്ല, അതുകൊണ്ട് ഫാസ്റ്റ് ആയിട്ട് കഴിക്കണം. അപ്പൊ പൊന്നെ ഇപ്പൊ 2ാമത്തെ വായാണ് കഴിച്ചിരിക്കുന്നത്. എന്ത് കഴിഞ്ഞു.
3 അതിൽ നിന്ന് എന്തെടുത്ത് കഴിച്ചാലും 3 പാലേ ഉള്ളൂ. നെക്സ്റ്റ് റൗണ്ട് ഞാൻ പിടിക്കും. തരുന്നേ എന്താ പിന്നെ തരുന്നേ? കഴിക്കട്ടെ, കഴിക്കാൻ വേണ്ട, നമുക്ക് നീന്തിപ്പോയി ഡയസ് എടുത്തിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് ഗൈസ് ഞാൻ ഇടാൻ പോവാ. ഇത് 4 ഞാൻ കണ്ണടച്ച് കിട്ടെ. കണ്ണോ കയ്യോ കാറോ അടച്ചിട്ടോ തറയെ വീണ തരത്തില്ല. എവിടെ വീണ്? 4. ഓ 2. ഗൈസ് ലാസ്റ്റ് സലാഡ് ഫുൾ എടുത്ത്. എന്തൊരു ദുഷ്ടനാണോ എന്തോ. അച്ചാറും പപ്പടവും ഒന്നും ഇല്ലല്ലോ. ഞാൻ ഇപ്പഴാ ശ്രദ്ധിച്ചേ. ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ എടുക്കാനിതാ. അത്ര ആസ്വദിച്ച് അങ്ങ് തിന്നണ്ടെന്ന് വിചാരിച്ചു. പപ്പടവും ഇല്ല, മുട്ടയില്ല. 2 മുട്ടയും കൂടെ തരട്ടെ. ആന വായിൽ അമ്പഴങ്ങാന്ന് പറയുന്ന കണക്കാണ് ഗായ്സ്. 2 ഉള്ളേ, 2 ബൈറ്റേ ഉള്ളേ. ചിന്തിക്കുന്നേ കഴിക്കുമ്പോ അങ്ങനെ ചിന്തിക്കല്ലേ. ഓ കഴിഞ്ഞടാ, മതി മതി മതി. ഇനി തവി വെച്ച് കുത്തി ഇറക്ക്. ഇനിയും പോകുന്ന എനിക്ക് നല്ലോണം അറിയാം. വെക്കടോ. ഇത് ഞാൻ എന്തായാലും വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. കുറച്ച് സലാഡെങ്കിലും വെക്കായിരുന്നില്ലടാ ദുഷ്ട. ഇത് കഴിച്ചാ മതി. മുളക് ചിക്കനൊന്നും വരുന്നില്ല അങ്ങോട്ട്. നിന്റെ കൈ അകത്ത് പോയി തങ്ങി കിടക്കും കേട്ടോ. പൊന്നാളെ എന്നെ പറ്റിയണ വെള്ളം കുടി അല്ല ചത്തു പോകും. വെള്ളം കുടിച്ചാൽ ടേസ്റ്റ് പോകും. അവിടെ പറ്റത്തില്ലല്ലോ. അവിടെ പറ്റും. കട്ടിലല്ലേ വേണ്ടേ? വേണോ ഇന്ത്യ ആക്കണോ? അത് ക്യാൻസൽ ചെയ്ത് കളയുന്നേ. ഒരു ബൈറ്റും കൂടെ എടുത്തിട്ട് ഔട്ട് ആയിക്കോ. ഈ ഗെയിമിൽ നിന്നും ക്വിറ്റ് ചെയ്തിരിക്കുന്നു. ഒറ്റ ബൈറ്റേ ഉള്ളൂ. only 1 bite. ഇതെന്തോന്നു കയ്യില്? കൈ വാരി മാത്രം പോരാ, അത് വായിലോട്ട് പോകും കൂടെ ചെയ്യണം കേട്ടോ. ഉന്തി തള്ളി വിടാനൊന്നും പറ്റത്തില്ല. അത് 2, 3 ഒക്കെ ആയിട്ട് കണക്കാക്കുവേ. അങ്ങനെ നിന്നോ നോക്കട്ടെ. ഇങ്ങോട്ട് നോക്കൂ, നല്ല രസം. ഹനുമാനെ പോലെ ഉണ്ട്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? എന്താ കിട്ടിയേ? കുരുമുളകാണോ കിട്ടിയേ? പട്ടയാണോ? ഏലക്കാണോ? ഗ്രാമ്പാണോ? എല്ലാം. അപ്പൊ ഇത്ര റൗണ്ട് ആയിട്ടും ആരും ജയിച്ചിട്ടില്ല. തീരുന്നില്ല. ഇത് കഴിക്കുന്നതിനനുസരിച്ച് വീണ്ടും ചോറ് കൂടുകയാണ്. വിശന്ന് കഴിക്കുന്നോണ്ടായിരിക്കാം. ഓക്കെ പോനായിട്ടോ. ഓ എന്ത് ചെയ്യാൻ പറ്റും മല്ലയ്യ. കഴിച്ചാട്ടെ, തക്കട വാവ് കഴിച്ചാട്ടെ. ഒരു ചെല്ലക്കുട്ടി. ഈ എല്ലാം കാണാൻ തൊണ്ടേ കുടുങ്ങി ഞാൻ ചത്തുപോയ പിന്നെ എന്ത് ചെയ്യും? പിന്നെ വീഡിയോ ചെയ്യാൻ നോക്കൂ ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് കമ്പും കോലും. നമ്മൾ ചാന്ത് കുഴക്കുന്ന പോലെ ഇങ്ങനെ വാരി കൂമ്പാരം വെച്ചിട്ട് വേണം കഴിക്കാൻ. അവളെ കഴിക്കുന്നെങ്കിലുണ്ടല്ലോ ആ കഴിക്ക. ഞം 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 ഞം. ഗൈസ് ഞാൻ ഒരു തുള്ളി വെള്ളം പോലും ഇതുവരെ കുടിച്ചിട്ടില്ല. അത് നിന്റെ അഹങ്കാരം. ദാഹിക്കുന്നില്ലടാ, അതുകൊണ്ടല്ലേ. ദാഹിക്കത്തില്ല, മൊത്തം തിന്നു തീർക്കാനുള്ള പടച്ചോനെ ഇൻഡു വീഴണേ. എടുത്തില്ല. അല്ല ഇട്. അല്ല ഇട്. വീഴില്ലെന്ന് പറ. മഴ എപ്പോ പെയ്യും? അതിന് മുമ്പ് വിട്. പക്ഷെ ഇട്. ഇതെന്താ 1 തന്നെ വീഴുന്ന എല്ലാവർക്കും? പൊന്നയ്ക്ക് 1 വീണോട്ടെ, പക്ഷെ എനിക്കൊരു 4 വീഴണമായിരുന്നു. എന്ത് ചെയ്യാനാ? ഞാൻ തന്നെ ഇരുന്ന് 5ഉം 6ഉം റിമൂവ് ചെയ്തത്. എന്നിട്ട് ഇപ്പൊ ഞാൻ തന്നെ കിടന്ന് വെള്ളം കുടിക്കുന്നു. നീ ரொம்ப ഓവർ. യെസ്, നീ ரொம்ப ഓവർ. എന്താണ്? ഓ സമാധാനമുണ്ട്. ഗൈസ് ഇത് ഇപ്പൊ വിളിട്ട് ഈ ഡയസ് ഒരു 3ഓ അല്ല 2ഓ ഒക്കെ വീണ് ഇവളത് കാലിയാക്കി. എന്താടാ
അല്ലെങ്കിൽ തന്നെ പറയാനില്ല guys, ഇത് close ആണ്. വരും മല്ലയ്യ. ഒരു ചാൻസ് വാ. ഇനി നോക്കാനൊന്നുമില്ല, പറയാനൊന്നുമില്ല, ക്ഷമയില്ല. ഇറങ്ങി പോക്കും. പടച്ചവനെ തറയിൽ പോവില്ലേ? അത് വീണത് 4. എന്നാ ചെയ്യാൻ മുടിയോ ഗൈസ്? ഒരു 6 വീണെങ്കിൽ 6 പടച്ചവനെ തറയിൽ പോണത് 2 ഗൈസ്. എന്റെ ചിക്കൻ തിന്നു. അത് പറ്റൂല, അത് പറ്റൂല. ചിക്കൻ തീർന്നു ഗൈസ്. തീരാറായി ചിക്കൻ ഇല്ലാതെ ഞാൻ എങ്ങനെ ബിരിയാണി തിന്നും? പൊന്നോട് തീരാറായി. 2 ബൈറ്റ് ഗൈസ്. ഇത് 2 ബൈറ്റ് തീരുമായിരിക്കും കേട്ടോ. വേണ്ടടാ, തീർക്കണ്ടടാ. നോക്കട്ടെ. നമ്മുടെ വെയിറ്റ് എന്തിനാടാ? ജയിക്കില്ലടാ, ചലഞ്ച് ഇല്ലടാ. പ്ലേറ്റ് കംപ്ലീറ്റ് അല്ല, ചിക്കൻ ആണ് ASMR. ആ ചിക്കൻ കംപ്ലീറ്റ് തീരണമേ. ചിക്കനും ബിരിയാണി കഴിച്ചു. എല്ലാം മാത്രമേ കളയാൻ പറ്റുന്നുള്ളൂ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? കിട്ടിയില്ല. എന്താ കിട്ടാഞ്ഞ്? എന്താ കിട്ടാഞ്ഞ്? എല്ലൊക്കെ വെളുപ്പിക്ക. അങ്ങനത്തെ റൂൾ ഉണ്ടല്ലോ. നീ എന്തുവാടി ഇങ്ങനെ പറഞ്ഞ? തീർത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഗൈസ് 2 ബൈറ്റ് കഴിഞ്ഞു ഗൈസ്. കള്ളക്കളി. പടച്ചോനെ 4 തരണേ. 2 വാങ്ങി എന്തായാലും പോത്തില്ല ഗൈസ്. ലാഗടിക്കാൻ പാടില്ല. ഗൈസ് നോക്ക് ഗൈസ്, 2 ബൈറ്റിൽ തീർക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ തീർക്കാൻ പറ്റത്തില്ല ഗൈസ്. അങ്ങനെ കേട്ടെ, കുത്തി കേട്ടെ. കമ്പ് വേണോടാ? ഒരു പാട്ട് പാടിക്കേ. വേണ്ട പട്ട എന്റെ കണ്ണി തെറിക്കുന്നു. ഇങ്ങനെയൊക്കെ തീർക്കാൻ പറ്റില്ല. ഇനി ഒറ്റ പറ്റുള്ളൂ. തീർക്കാൻ പറ്റുമോ? പറ്റത്തില്ല ഗൈസ്. ശ്രമിച്ചു നോക്ക്. ഇങ്ങനെ നോർമലി പൊന്നെ ഇവിടെ ചോറ് കഴിക്കുന്നത്. പുറത്തിറങ്ങിയ ഞങ്ങള് ഭയങ്കര ഡീസന്റാ. വെള്ളം കുടി കണ്ണൊക്കെ വെളി വന്നു. 2 എന്ത് ചെയ്യാൻ പറ്റിയത് ഒരുപാടുള്ളത് കൊണ്ട് ഇത് ഫിനിഷ് ഗൈസ്. 2 ബൈറ്റിൽ അതിലെ ഫുൾ വറ്റും തീരണം. അവിടെ ഇവിടെ ഇച്ചിരി കാണും. ജയിച്ചിരിക്കുന്നു ആർത്തി പണ്ടാരം. എനിക്ക് ഇത്രയും ചോറുകളുണ്ട് ഗൈസ്. എന്നെ ചതിച്ചതായോ? ഈ ചലഞ്ച് ഞാൻ തൂക്കി വിജയിച്ചിരിക്കുന്നു ഗൈസ്. അപ്പൊ വേണ്ടേ, ഈ ചലഞ്ച് ഞാൻ വിൻ ചെയ്തിരിക്കുന്നു ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ വയറ് കേട്ട് നിറഞ്ഞിട്ടില്ല ഗൈസ്. എന്ത് ചെയ്യാൻ പറ്റും? പൊന്നെ വേണ്ട സങ്കടത്തിൽ എന്നെ കേടാ. നമുക്ക് അടുത്ത റൗണ്ടിൽ പിടിക്കാം കേട്ടാ. ഞാൻ ഈ റൗണ്ടിൽ തോറ്റു ഗൈസ്. എന്തൊരു ദുഷ്ടനല്ലേ ഗൈസ്. അപ്പോൾ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ഗൈസ്. അപ്പോൾ ബൈ.